ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡേഴ്സിനും ഇൻട്രാഡേ ട്രേഡേഴ്സിനും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇഫക്റ്റീവ്ലി ആവറേജ് ചെയ്യാം, റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് റിട്ടേൺ പൊട്ടൻഷ്യൽ കൂട്ടിക്കൊണ്ട് നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസ് ആവറേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒരുപാട് പേര് അത് മിസ്റ്റേക്കൻലി ആണ് ചെയ്തു വരുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നത്. പലരുടെയും പോർട്ട്ഫോളിയോ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു വിഷയം അങ്ങനെയാണ്. ഭയങ്കര ഓവർ വാല്യൂഡ് ആയിട്ടുള്ള പ്രൈസിൽ നിന്ന് ഇഷ്ടംപോലെ ക്വാണ്ടിറ്റീസ് അവർ വാങ്ങിയിട്ട് വീണ്ടും ആവറേജ് ചെയ്യുന്നത് ഓവർ വാല്യൂഡ് പ്രൈസ് എന്നാണ്. അപ്പോൾ വാല്യുവേഷൻ വൈസ് നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓവർ വാല്യൂഡ് പ്രൈസിന് നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. പക്ഷേ ആ മിസ്റ്റേക്കിന് നമ്മൾ നികത്തേണ്ടത് വീണ്ടും ആ സ്റ്റോക്ക് നല്ലൊരു വാല്യുവേഷൻ റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് അവിടുന്നാണ് നമ്മൾ ആവറേജ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഓവർ വാല്യുവേഷൻ റേഞ്ചിൽ തന്നെ വീണ്ടും ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി പോകും എന്നുള്ളതാണ്. അത് വാല്യുവേഷൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വാല്യുവേഷൻ ഒന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ആ ഒരു സർവീസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എല്ലാവർക്കും ഇഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് വോളിയം അനാലിസിസ് വെച്ചിട്ട്, അല്ലെങ്കിൽ വോളിയം റേഞ്ച് വെച്ചിട്ട്. ലൈക്ക് നമുക്കറിയാം ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഒക്കെ വോളിയം വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടൂളൊക്കെ അതിനുണ്ട്. സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് നൈസ് ട്രേഡിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടർഫുൾ ടൂളാണ്. ഭയങ്കരമായിട്ടുള്ള തരത്തിലത് ഒരു എന്താ പറയുക ഇഫക്റ്റീവ്നെസ് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. സോ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ബേസിലാണ് ഞാൻ ഇന്ന് അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ദ ഓൺലി 2 ഫാക്ടേഴ്സ്. ഒന്ന് പ്രൈസ് ആക്ഷനും പിന്നെ വോളിയം മാത്രം. ഈ 2 എലമെൻറ്റ്സ് മാത്രമാണ് മാർക്കറ്റിൽ ലൈവായിട്ട് നമുക്കുള്ളൂ. ബാക്കി ഒരു ഇൻഡിക്കേറ്റേഴ്സിനും വലിയ കാര്യമായിട്ടുള്ള യൂസേജ് ഇല്ല എന്നുള്ളതാണ്. എല്ലാം ലാഗ്ഡ് ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. സോ നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിച്ചാൽ തന്നെ, അല്ലെങ്കിൽ വോളിയം അനാലിസിസ് പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ ട്രേഡ് ചെയ്യാനെല്ലാം സാധിക്കും എന്നുള്ളതാണ്. സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ജുബ്ലിയൻ ഫുഡ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കിൻ്റെ 3 മന്ത് ലാഗ്ഡ് ചാർട്ട് അനാലിസിസ് ആണ്. സോ അതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വിത്തൗട്ട് വോളിയം, ഓൺലി പ്രൈസ് ആക്ഷൻ മാത്രമായിട്ട് നമുക്ക് എങ്ങനെ ആവറേജ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വോളിയം മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്നുള്ളതാണ്. സോ ഈ 2 കേസിലും എന്തെങ്കിലും മാറ്റം നമുക്ക് വരുന്ന റിട്ടേൺ പൊട്ടൻഷ്യലിൽ ഉണ്ടോ അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിന് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതൊരു കേസ് സ്റ്റഡി പോലത്തെ ടോപ്പിക്കാണ്. വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ വേണ്ടി നോക്കുക. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവൻ കാണുന്നതിലൂടെ ആവറേജിങ് എങ്ങനെ ഇഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കുമെന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരികയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ അനാലിസിസ്. ഓക്കെ. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെബിയുടെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ 3 മന്ത് ലാഗ്ഡ് ചാർട്ടാണ് അനലൈസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് 27 സെപ്റ്റംബർ 2024 ഇപ്പോൾ ഉള്ളത്. സോ ഇത് എല്ലാ സമയത്തും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ വിചാരിച്ചത്. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. സോ ഇവിടുന്ന് ഒരാൾ സ്റ്റോക്ക് വാങ്ങിച്ചു. നമ്മൾ കറക്റ്റായിട്ട് ഓരോ സോണുകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മേ ബി ഓവർ വാല്യൂഡ് ആയിരിക്കാം. വാല്യുവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, ബിക്കോസ് എല്ലാവർക്കും വാല്യുവേഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഏറ്റവും നല്ലത് വാല്യുവേഷൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങളൊരു സ്റ്റോക്കിൽ ട്രാപ്പ് ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇവിടുന്ന് ഒരാൾ 709 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈസിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഇമാജിൻ ദാറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇതുണ്ട്. ഗ്രോൻ്റെ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ആവറേജ് കാൽക്കുലേറ്റർ കിട്ടും. അവിടെ നമ്മൾ ബൈ പ്രൈസ് കൊടുക്കുക. എത്രയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ബൈ പ്രൈസ് എന്ന് കൊടുക്കുക. അതായത് ഇവിടെ 709 രൂപക്കാണ് നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലെയൊക്കെ മാനേജ് ചെയ്യണം. വെറുതെ എന്തെങ്കിലും ഏരിയയിൽ പോയിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് എന്നുള്ളതാണ്. നമുക്ക് 20 ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നോക്കാം. ഒരു ആവറേജ് നമ്മളുടെയൊക്കെ മിഡിൽ ക്ലാസ്സിനൊക്കെ വാങ്ങിക്കാവുന്ന ഒരു തരത്തിലുള്ള ക്യാപിറ്റലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു റേഞ്ചിൽ അങ്ങനെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആദ്യം നമ്മൾ വാങ്ങിച്ച എമൗണ്ട് എന്ന് പറയുന്നത് നിയർലി 15,000ൻ്റെ സ്റ്റോക്കാണ് വാങ്ങിച്ചത്. 20 ക്വാണ്ടിറ്റി ആയിരുന്നു വാങ്ങിച്ചത്. 709 രൂപ. അപ്പോൾ നമുക്ക് വേറെ തരത്തിലുള്ള അനാലിസിസ് ഒന്നും അറിയില്ലെങ്കിൽ ഈ സ്റ്റോക്ക് ഇങ്ങനെ വീഴുകയാണ്. സോ നമുക്കതിൻ്റെ ഒരു ലൈവ് ഇത് നോക്കാം, റണ്ണിങ് സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ. ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? വീണ്ടും ആവറേജ് ചെയ്യും പലരും. അതായത് ഈ ഒരു ഏരിയയിൽ, കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വന്നിട്ടില്ല പക്ഷേ എന്ന് വിചാരിക്കുക. പക്ഷേ ഈ ഒരു ഇവിടെ ഒരു മെയിൻലി പൊതുവേ പ്രൈസ് ആക്ഷൻ നോക്കുന്ന ആൾക്കാർ പ്രീവിയസ് സ്വിംഗ് ഹൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ആവറേജ് ചെയ്യാൻ നോക്കും. സോ അത് എന്ന് പറയുന്നത് എത്രയാണ്? 648 രൂപയാണ്. 648 രൂപക്ക് വീണ്ടും നിങ്ങൾ 20 ക്വാണ്ടിറ്റി വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് കയറുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ തിരിച്ച് കയറുന്നില്ല. സ്റ്റോക്ക് വീണ്ടും താഴെ പോവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആവറേജ് ചെയ്യാൻ വേണ്ടി നോക്കും. വീണ്ടും ആവറേജ് ചെയ്യുന്നത് ഏകദേശം ഇതുപോലെ ഒരു കൺസോൾട്ടേഷൻ കാണുന്ന സമയത്ത് നമ്മൾ ഇവിടെയും കണ്ടില്ലേ? ഇതുപോലെ ഒരു ഏരിയയാണ്. ഒരു ചെറിയൊരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയ എന്നൊക്കെ. അത് പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്.
അപ്പോൾ പ്രൈസ് ആക്ഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ആവറേജ് ചെയ്യും. 583 രൂപ എന്ന് പറഞ്ഞിട്ട്. വീണ്ടും 583 രൂപയ്ക്ക് ക്വാണ്ടിറ്റി എടുക്കുകയാണ്. 20 ക്വാണ്ടിറ്റീസ്. ഓക്കെ. സോ നമ്മൾ കയ്യിൽ അപ്പം നമ്മൾ പൈസ ഇല്ലെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ ഒപ്പിച്ചിട്ട് ആ സ്റ്റോക്കിൽ അങ്ങനെ ആവറേജ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാപിറ്റൽ കൂടി വരുന്നത്. നമ്മളുടെ ക്വാണ്ടിറ്റിയും കൂടി വരുന്നുണ്ട്. 38,800 ആയി ക്യാപിറ്റൽ, 60 ആയി നമ്മുടെ ക്വാണ്ടിറ്റി. ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 647 ആയി. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 647ൻ്റെ മുകളിൽ, അതായത് ഈ ഒരു ഏരിയൻ്റെ മുകളിൽ, ഇപ്പം ഇവിടെ നമ്മൾ ആവറേജ് ചെയ്തല്ലോ, ഈ ഒരു ഏരിയൻ്റെ മുകളിൽ ഈ സ്റ്റോക്ക് തിരിച്ച് കയറിയാൽ മാത്രമാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആവുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. സോ അതാണ്. പിന്നീട് സ്റ്റോക്ക് താഴെ പോയോ എന്ന് നോക്കാം. ഇല്ല. ഓക്കെ. നൗ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വരെയാണ് സ്റ്റോക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ 3 സ്ഥലത്ത് നിന്ന് ആവറേജ് ചെയ്തു. കാരണം ഇവിടുന്ന് ഫോളോ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഭീമമായ നഷ്ടമുള്ളത് കൊണ്ട് തന്നെ വി ഓൾ വിൽ ബി ഹാവിങ് ദ ടെൻഡൻസി ടു ആവറേജ് ഇറ്റ്, അല്ലേ? ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമ്മൾ ആവറേജ് ചെയ്യാൻ വേണ്ടി നോക്കും. ഈ ഒരു ഏരിയയിൽ നിന്ന് അത് അങ്ങനെ ആവറേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് 648 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ 653 ആക്കാം. 653 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസിൽ നമ്മൾ ആവറേജ് ചെയ്തു. സോ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ 38,900, ടോട്ടൽ ഇത് എന്ന് പറയുന്നത് 60 രൂപ, 648 രൂപേൻ്റെ മേലെയാണ്. 642 ബ്രേക്ക് ഈവൻ, അതായത് നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബ്രേക്ക് ഈവന് നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു അടയാളം കൊടുക്കാം. ബ്രേക്ക് ഈവന് നമുക്കൊരു പച്ച കളറിൽ ഇങ്ങനെ ഒരു സംഗതി കൊടുക്കാം. ഇവിടെയാണ് ബ്രേക്ക് ഈവൻ 648. ഓക്കെ. സോ ഇതിൻ്റെ മേലെ ഇനി സ്റ്റോക്ക് വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ 3 സ്ഥലത്ത് നിങ്ങൾ ആവറേജ് ചെയ്തു, ഓരോ സപ്പോർട്ടിലും ആവറേജ് ചെയ്തു. അങ്ങനെ വന്ന സമയത്ത് എന്തുണ്ടായി? നിങ്ങളുടെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് 648 ആയി. സോ ഇനി തിരിച്ച് സ്റ്റോക്ക് കയറുവാണ് എന്ന് വിചാരിക്കുക. ഓക്കെ. ഇവിടുന്ന് നമ്മൾ എടുത്തു, ഇവിടുന്ന് ആവറേജ് ചെയ്തു, ഓരോ സപ്പോർട്ടിലും നമ്മൾ ആവറേജ് ചെയ്തു, തിരിച്ച് കയറി. ഇവിടെയാണല്ലോ നമ്മളെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ. ബ്രേക്ക് ഈവന് നല്ല റെസിസ്റ്റൻസ് വരുന്നുണ്ടല്ലേ? കാരണം അത് പല ആൾക്കാർ, ഒരുപാട് പേര് ഇതേ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഒരുപാട് റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുന്ന് അവർ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ. ഇതാണ് സംഗതി. എനിവേ ഈ ഒരു ഏരിയയിലേക്ക് വന്നു. ഇതിൻ്റെ ടോപ്പ് വരെ നമുക്ക് എടുക്കാം. ഓക്കെ. ടോപ്പ് വരെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും വാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പം ഇവിടെയാണ് ഈ പച്ച ലൈനാണ് നമ്മളെ ബ്രേക്ക് ഈവൻ. ആ ബ്രേക്ക് ഈവനിൽ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കണ്ടു. ആദ്യം ബ്രേക്ക് ഈവൻ ഏരിയ തട്ടിയപ്പോൾ തന്നെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങുന്നത് കണ്ടില്ലേ? അതായത് കുറേ പേര് അതിൻ്റെ ഒരു പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരുപാട് സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും ഈ ഒരു ഏരിയയിൽ നിന്ന്. നമ്മൾ കണ്ടല്ലോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്, സപ്പോർട്ട് ഏരിയ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കും. അതുപോലെ തന്നെ ഫ്രഷ് എൻട്രിക്കൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഭയങ്കര നഷ്ടത്തിലാണ് ഉണ്ടാവുക, കണ്ടില്ലേ? അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ആവറേജ് ചെയ്തിട്ടാണെങ്കിലും ഫ്രഷ് എൻട്രി എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും 13% ലോസിലാണ് ഉണ്ടായിരുന്നത്. സോ അത്തരത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? തിരിച്ച് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ കയറുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവർക്ക് കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, ഒരു സൈക്കോളജി വർക്ക് ചെയ്യും. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എൻ്റെ ലോസ് എങ്കിലും നികത്തി കിട്ടിയല്ലോ, ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ ലോസ് ഇല്ലാത്ത തരത്തിലായിട്ട് ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാന്നുള്ള മൈൻഡിൽ അവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ നോക്കും. അതാണ് ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് അത് അവിടുന്ന് അങ്ങനെ കയറി പോകുമ്പോഴാണ് നമ്മൾ റിയലി ലോങ് ടേമിലേക്കൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു പച്ച മാർക്കിന് മേലെ പോകുന്നത് എന്ന് പറയുന്നത്, ഇതിൻ്റെ ടോപ്പ് വരെ ഏകദേശം എത്രയാണ്? 22.6% ആണ് നമ്മളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതാണ് നോർമലി പ്രൈസ് ആക്ഷൻ മാത്രം നോക്കിയിട്ട് നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വിഷയം അതാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് വരുന്നത് 648 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസാണ്. 60 നമ്മളുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 22%. എത്രയായിരുന്നു? ലെറ്റ്സ് സീ അഗൈൻ. 22.6%. ഓക്കെ. അതാണ് കേസ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെനാരിയോ നോക്കാം. രണ്ടാമത്തെ സെനാരിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന വോളിയോമെട്രിക് അനാലിസിസ് ആണ്. ഇപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളെ ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് ആണ്. ഓക്കെ. ലിക്വിഡിറ്റി ലെൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ലിക്വിഡിറ്റി മാത്രമാണ് കാണാൻ പറ്റുക. ഓക്കെ. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് വാങ്ങിച്ചു. ഓക്കെ. ഞാൻ ആ പച്ച മാർക്ക് മാറ്റുന്നില്ല, അത് പ്രീവിയസ് കേസിൻ്റെ ഇതാണ്, നമ്മളുടെ ബ്രേക്ക് ഈവൻ പ്രൈസാണ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ചു. പക്ഷേ നമുക്കറിയാം അടുത്ത വോളിയം കിടക്കുന്നത് ഇവിടെയാണെന്നുള്ളത്. സി, ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ വോളിയം കിടക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരു വോളിയം അനാലിസിസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ടൂൾ നമ്മൾ ഉടൻ തന്നെ നമ്മൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ്.
ഇനി അതല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വോളിയം അല്ലാത്ത വോളിയം വെച്ചിട്ടും ഈ ഒരു ഏരിയകളൊക്കെ ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും വോളിയോമെട്രിക് അനാലിസിസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വോളിയം ഇനി കിടക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ബിക്കോസ് ഇതൊരു പാസ്റ്റ് റേഞ്ച് ആണല്ലോ, ഫ്യൂച്ചർ അല്ല പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ നല്ല വോളിയം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് എന്തുണ്ട്, മാർക്കറ്റ് വീണ് കഴിഞ്ഞാലും നല്ല രീതിയിൽ വോളിയം ഉള്ളിടത്ത് നല്ല സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. സോ ഇങ്ങനെ വരുന്നു കണ്ടില്ലേ, ഈ വോളിയം ഉള്ള ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് തിരിച്ചു പോകുന്നുണ്ടല്ലേ. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഉള്ള ഏരിയയിൽ നിന്ന് ഒരു പ്രൈസ് ആക്ഷൻ, അതായത് ഒരു വലിയൊരു ഇവിടെ കണ്ടില്ലേ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് കണ്ടത്. അതായത് ഈ ബിയറിഷ് ക്യാൻഡിലിന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ 4% എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം റിട്ടേൺ കൊടുത്തിട്ട് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് വന്നു. അതിൻ്റെ അർത്ഥം ഈ ഏരിയയിൽ നിന്ന് നല്ല ബൈയിങ് പ്രഷർ ഉണ്ട് എന്നുള്ളതാണ്. സോ ഒരുപാട് പേര് ആവറേജ് ചെയ്യുന്നുണ്ടാവും, ഫ്രഷ് പൊസിഷൻസ് എടുക്കുന്നുണ്ടാവും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വോളിയോമെട്രിക് അനാലിസിസ് ഉള്ളത് കൊണ്ടോ എന്തുണ്ട്, ഈ ഇടയിലുള്ള ആവറേജിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആവറേജിംഗിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മീൻസ് ഈ ലിക്വിഡിറ്റി സോണുകളൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ വീഡിയോൻ്റെ താഴത്താണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണലി ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോസിലുള്ള ഒരു സംഗതി ആവറേജ് ചെയ്യുന്നതിനോട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ഉള്ളതിനെയാണ് ആവറേജ് ചെയ്യേണ്ടത്. അതായത് മേലെ പോകുന്നത് ആണ് ആവറേജ് ചെയ്ത് അതിനെ സ്കെയിൽ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ആഡ് അപ്പ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മിക്ക സമയത്തും റീറ്റെയിലേഴ്സ് ആയതുകൊണ്ടും നമ്മുടെ എൻട്രി റോങ് ആവുന്നതുകൊണ്ട് നമുക്ക് താഴേക്ക് ആവറേജ് ചെയ്ത് വരേണ്ട സിറ്റുവേഷൻ കൂടുതൽ ആൾക്കാർക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഇവിടുന്ന് ഒരുപാട് പേര് ആവറേജ് ചെയ്യും. അതായത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വോളിയം നിർബന്ധമായിട്ട് നോക്കണം. കാരണം ഇവിടെ നിന്നും വോളിയം സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് ഫാൾ ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് വോളിയം ഉണ്ടായിരുന്നു. ആ വോളിയത്തിൽ സെല്ലേഴ്സിനെ ബയേഴ്സ് കോൺക്വയർ ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് ഒരു ഷോർട്ട് കവറിംഗ് റാലി പോലെ പിന്നീട് അങ്ങോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് കുറച്ചൊരു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ആണ്. ഏതായാലും നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇത് പ്രീവിയസ് കേസിലുള്ളതാണ് ഈ പച്ച മാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ 3 സ്ഥലങ്ങളിൽ നിന്ന് ആവറേജ് ചെയ്ത് ഈ ഒരു കേസിൽ നമുക്കറിയാം മാർക്കറ്റ് ഇവിടെയാണ് ഇനി ലിക്വിഡിറ്റി ഉള്ളത്, അതുകൊണ്ട് അതുവരെ വീഴുള്ളൂ എന്നുള്ളത്. സോ നമ്മൾ അവിടുന്ന് ആവറേജ് ചെയ്യാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 3 ആവശ്യമില്ല, 2 ആവശ്യമുള്ളൂ. സോ വി ആർ ബൈയിങ് ഫ്രം ദെയർ. സോ രണ്ടാമത്തെ കേസിൽ നമുക്കറിയാം ഇവിടെയാണ് ലിക്വിഡിറ്റി കിടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് പ്രീവിയസ് ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വിസിബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ദർ ഈസ് നോ ബിഗ് പ്രോബ്ലം അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ഓൾറെഡി 648 അല്ലേ ഉണ്ടായിരുന്നത്, 648 നമുക്ക് പ്രീവിയസ് കേസിൽ. അതായത് പ്രൈസ് ആക്ഷൻ മാത്രം നോക്കുന്ന സമയത്ത് നമ്മൾ 60 ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോൾ 38,000 രൂപയ്ക്ക് നമ്മൾ ക്യാപിറ്റൽ വാങ്ങിക്കുമ്പോഴുള്ള ഒരു ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ആവറേജിങ് അങ്ങോട്ട് ഒഴിവാക്കുക. ഇവിടുത്തെ ആവറേജിങ് ഒഴിവാക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം അടുത്ത ലിക്വിഡിറ്റി ഏരിയ എവിടെയാണുള്ളതെന്ന്. ഈ ലിക്വിഡിറ്റി ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, ഫെയർ വാല്യൂ, അതായത് ടെക്നിക്കൽ ഫെയർ വാല്യൂ എന്ന് പറയാം. ഫണ്ടമെന്റൽ വാല്യുവേഷൻ ഡിഫറൻ്റ് ആണ്. ടെക്നിക്കൽ വാല്യുവേഷൻ ചെറിയ ഷോർട്ട് ടൈം ട്രേഡുകൾക്കും സ്വിംഗ് ട്രേഡിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക കൂടുതൽ സമയത്തും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ് ടെക്നിക്കൽ ചാർട്ടിൽ കാണുന്ന ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏരിയകളിൽ എന്ത് ചെയ്യും, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡർ ഇട്ട് വെക്കും എന്നുള്ളതാണ്. കാരണം അവർക്ക് അറിയാം ഇവിടെയാണ് ഇനി അടുത്ത ലിക്വിഡിറ്റി. അതുകൊണ്ട് തന്നെ അവർ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും ആൽഗോയിലോ മറ്റോ ഒക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓർഡേഴ്സ് ഇട്ട് വെക്കും. അതുകൊണ്ട് തന്നെ അവിടുന്ന് നല്ല രീതിയിൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് കയറും എന്നുള്ളതാണ്. സോ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു സോൺ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് നേരത്തെ കേസിലൊന്നും അറിയില്ലല്ലോ എവിടെയാണ് ലിക്വിഡിറ്റി, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഞാൻ എന്തുകൊണ്ട് നൈസ് ട്രേഡ് ലിക്വിഡിറ്റി ലെൻസ് എന്ന് പേരിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൂൾ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് നമുക്കൊരു ലെൻസ് വെച്ച പോലെയാണ്, ഒരു ഗ്ലാസ് വെച്ച പോലെ നമുക്ക് കാണാൻ പറ്റുകയാണ് സോണുകൾ. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് വെച്ചത്. സോ ഇതിൻ്റെ ഇടയിലുള്ള ആവറേജിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. സിസ്റ്റമാറ്റിക്കലി ഇവിടുന്ന് മാത്രം നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഒരു തരത്തിൽ മാർക്കറ്റ് തിരിച്ചങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ബ്ലോക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടാവും. സോ അവിടുന്ന് എങ്ങനെ പ്രൈസ് ആക്ഷൻ വരുന്നു നോക്കാം. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ ബൈയിങ് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടതെന്നുള്ളതാണ് ആസ് റീറ്റെയിലേഴ്സ്. അപ്പോൾ അത് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിഷണറി എൻട്രി ചെയ്യാം. അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ ഇനിയിപ്പം ആൽഗോ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നിന്നൊന്നും നമ്മൾ ആവറേജ് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ നിന്നൊന്നും ചെയ്യേണ്ട. കാരണം നമ്മളിപ്പം അല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസിലൊക്കെ നമ്മൾ ആവറേജ് ചെയ്യും. അത് ആവറേജ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, അതും ഒരു സിസ്റ്റമാറ്റിക് ആവറേജിംഗ് പ്ലാൻ തന്നെയാണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തന്നെയാണ് അതും. ഈ SIP എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ കേസിലുണ്ട്. സ്റ്റോക്ക് വീഴുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി വെക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഇൻ കേസ് മാർക്കറ്റ് വീണ്ടും അല്ലെങ്കിൽ സ്റ്റോക്ക് വീണ്ടും താഴെ പോവുകയാണെങ്കിൽ ഭീമമായിട്ടുള്ള ലോസ് നമുക്ക് വരും. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് വോളിയം മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ആവറേജ് ചെയ്യുക. സോ 572 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ആവറേജ് ചെയ്യും. ചെറിയ പ്രൈസ് ആയതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങും. നേരത്തെ നമ്മൾ മിഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു 20 ക്വാണ്ടിറ്റി കൂടി ഇവിടെ നമ്മൾ ആഡ് ചെയ്യും. സെയിം ക്യാപിറ്റൽ 37,000 രൂപ 60 ക്വാണ്ടിറ്റി
618 നമ്മളുടെ എന്ത് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ. അപ്പോൾ ഈ 648 നിന്ന് നമുക്ക് നേരെ എന്ത് ചെയ്യാം, 618 കൊണ്ടുവരാം. 618. ഓക്കെ, ഇതിന് നമ്മൾ വേറൊരു കളർ കൊടുക്കാം. മഞ്ഞ കൊടുക്കാം. മഞ്ഞ കാണുന്നില്ല. യെസ്, ഈ കളർ കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്. അപ്പം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണല്ലോ വീഴുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വോളിയം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഇടയിലൊന്നും സപ്പോർട്ട് കിട്ടൂല. കാരണം നമുക്കറിയാം, ഫെയർ വാല്യൂവിൽ നിന്ന് ഒരു പ്രൈസ് തിരിച്ച് പോവുകയാണെങ്കിൽ, അത് ടെക്നിക്കൽ ഫെയർ വാല്യൂ എന്നാണെങ്കിലും ഫണ്ടമെന്റൽ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന EV എബിഡ DCF ഒക്കെ പോലത്തെ വാല്യുവേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് ടേമിലേക്ക് വാങ്ങിക്കുന്നവർ നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഓവർ വാല്യൂഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു പ്രീമിയം സർവീസ് ആണ്. ഓക്കെ, സോ ആർക്കെങ്കിലും ഇൻ കേസ് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു കേസിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഇത് ഫെയർ വാല്യൂ ആണ്. ഈ ഫെയർ വാല്യൂവിൽ നിന്ന് ഒരു സ്റ്റോക്ക് തിരിച്ച് പോകുന്നത്, ഓവർ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു നോയ്സ് ആണ്. ആ ഒരു പ്രൈസിൽ നിന്ന് നമ്മൾ ഫ്രഷ് എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇവിടുന്ന് ഒന്നും ചെയ്യാത്തത്. ഓക്കെ, വാങ്ങാത്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വേറെ ലിക്വിഡിറ്റി കാണുന്നില്ലല്ലോ. സോ ഇവരുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഒരു മദറാണ്. മദർ എന്ന് വിചാരിക്കാം. ഈ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ചൈൽഡ്. സോ മദർ ചൈൽഡ് റിലേഷൻഷിപ്പാണ് ഫെയർ വാല്യൂ പ്രൈസ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, അപ്പം ഇത് ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടി വരും. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ എന്താണ്, പ്രൈസും ഫെയർ വാല്യൂം ഒരു മദർ ചൈൽഡ് റിലേഷൻഷിപ്പാണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് ഈ മകൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വരും. ആ ഓടി വരലാണിത്. ഓക്കെ, നേരെ തിരിച്ച് വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫെയർ വാല്യൂവിൽ വരും. അപ്പോൾ എന്ത് ചെയ്യും, ഓക്കെ, സെറ്റായി. എന്താണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമ്പോൾ എന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ കണ്ടല്ലോ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു, ഇവിടെയും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു, റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ കൂടുതൽ ആൾക്കാർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ടാണ് ഏർലി എക്സിറ്റ്, ഇൻസൈഡർ ട്രേഡോ മറ്റൊക്കെ ആയിട്ട് നടക്കുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ എത്തുന്ന സമയത്ത് മീൻസ് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അമ്മയുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. സോ അവിടുന്ന് സപ്പോർട്ട് കിട്ടിയിട്ട് തിരിച്ച് കയറുകയാണ്. സോ പ്രൈസും വാല്യൂം എന്ന് പറയുന്നത് ഒരു മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് പോലെയാണ്. പ്രൈസ് എപ്പോഴും ഓവർ വാല്യൂഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ മദറിൻ്റെ അടുത്തേക്ക്, അതായത് ഫെയർ വാല്യൂയിലേക്ക് തിരിച്ച് വരും എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ. ഓക്കെ, സോ അത് ബീങ് സെഡ് ദാറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ അനലൈസ് ചെയ്യാണ്. രണ്ടാമത്തെ കേസിൽ ഒന്നാമത്തെ കേസിലുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതൊന്നുമില്ല, ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മാറ്റുന്ന സമയത്ത് ഒന്നാമത്തെ കേസിൽ നമുക്ക് 648 ആയിരുന്നു വിത്ത് സെയിം ക്യാപിറ്റൽ ആൻഡ് സെയിം ക്വാണ്ടിറ്റി. 60 ക്വാണ്ടിറ്റി നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ളത് 22.6% ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ, ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കേസിലാണെങ്കിലോ, രണ്ടാമത്തെ കേസിലാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് യു ക്യാൻ സി ഇവിടെയാണല്ലോ അല്ലേ. അപ്പോൾ ഈ 617 എന്നുള്ള പ്രൈസിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 28 or 29.76% അല്ലെങ്കിൽ 78% ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ നേരത്തെ കേസിൽ നമുക്ക് 22.6 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേസിൽ 29% വരുന്നുണ്ട്, വിച്ച് മീൻസ് ഏകദേശം 7.5%ൻ്റെ ഡിഫറൻസ് നമുക്കുണ്ട് എന്നുള്ളതാണ്. സോ ഇഫക്റ്റീവ്ലി നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിട്ടേണും കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പറ്റും എന്നുള്ളതാണ്. സോ അത്തരത്തിൽ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. സോ സൈനിങ് ഓഫ്.